നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രക്ഷാപ്രവർത്തനത്തിന് വാടക ചോദിച്ച സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2016-2017 വർഷങ്ങളിലെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു, ഇത് ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. 181 കോടി SDRF-ൽ ഉണ്ടെങ്കിലും മാനദണ്ഡം മാറ്റാതെ വിനിയോഗം സാധ്യമല്ല എന്ന കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ചോദ്യമുയർത്തിയത്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യം ശക്തമാണ്. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണിത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെ? വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നു. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചു. കോടതി നേരത്തെ നിർദ്ദേശിച്ചത് പ്രകാരമാണ് കണക്കുകൾ കൊടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് കത്തയക്കാമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്കായി എത്ര രൂപ ഇപ്പോൾ നൽകാനാകുമെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. അപ്പോഴാണ് കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്ന കാര്യം കേന്ദ്രം അറിയിച്ചത്. ഇതോടെ കേസ് ജനുവരി 10ലേക്ക് മാറ്റി. മധ്യസ്ഥ സ്വഭാവത്തിലാണ് കോടതി കേസിൽ ഇടപെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് വയനാടിന് വേണ്ടി കണക്കുകൾ സമർപ്പിക്കാനാണ് കോടതി നേരത്തെയും ആവശ്യമുന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയെ അറിയിച്ചു. ഫണ്ടിലെ നീക്കിയിരിപ്പ് സംബന്ധിച്ച വ്യക്തതയാണ് കോടതി ആവശ്യപ്പെട്ടത്. ഫണ്ടിൽ നിന്ന് ഇതുവരെ ചെലവാക്കിയ തുകയടക്കമുള്ള വിവരങ്ങൾ കൈമാറുക എന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ ശേഷിക്കുന്നത് 181 കോടി രൂപ മാത്രമാണെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇളവ് നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. വയനാടിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ദുരന്ത നിവാരണ ഫണ്ടിന്റെ പൂർണ്ണമായ കണക്ക് കോടതി മുമ്പാകെ സർക്കാർ ഹാജരാക്കി. 700 കോടി രൂപയാണ് SDRF-ലുള്ളത്. എന്നാൽ ഇതിൽ 181 കോടി രൂപ മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബാക്കിയുള്ള തുക മറ്റാവശ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നതാണ്. ഈ 181 കോടി വയനാടിന് വേണ്ടി അടിയന്തരമായി ചെലവഴിക്കാൻ കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ വേണ്ടിവരും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുന്നതിനിടയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയതിനടക്കം പണം പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് 100 കോടിയോളം രൂപ സംസ്ഥാനം നൽകിയിരുന്നു. മറ്റു പല സമയങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ആകെ തുകയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനവും തിരച്ചിലും മറ്റും രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.